എനിക്ക് പറയാനുള്ളത് ഈ സദാചാര പോലീസ് എന്ന ഒരു വാക്ക് ഉത്ഭവിച്ച കാലം മുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഷയമുണ്ട്. കാരണം ആവശ്യമില്ലാത്ത ഇടപെടൽ വന്നതിൻ്റെ പേരിലാണ് ഈ സദാചാര പോലീസ് എന്ന പേര് വീണത്. അതിനുശേഷം പണ്ട് കുറെ മറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് SKNനെ സംബന്ധിച്ചിടത്തോളം, ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്നിനെതിരായിട്ട് നല്ല യുദ്ധങ്ങളാണ് നടത്തുന്നത്. പക്ഷേ നിങ്ങളൊക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ എറണാകുളം നഗരത്തിൽ തന്നെ 24 മണിക്കൂറും രായുന്നില്ല പകലുന്നില്ല സ്ത്രീകള്, ഇപ്പൊ പുരുഷന്മാരെ ഇന്ന് സിഗരറ്റ് വലിച്ചാൽ കേസെടുക്കാം. സ്ത്രീകള് എറണാകുളം നഗരത്തിൽ അവരെ വലിക്കരുതെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ പുരുഷനും സ്ത്രീയും പുകവലിക്കാൻ പാടില്ല, അതാണ് കോടതി വിധി. പബ്ലിക്കിൽ പാടില്ല. പക്ഷേ എറണാകുളം നഗരത്തിൽ ഇന്ന് കാണുന്നത് രാത്രി 2 മണിക്കായാലും പകൽ 2 മണിക്കായാലും ഇത് കാണുന്നു. പക്ഷേ ഈ സിഗരറ്റിന്റെ മറവിൽ നടക്കുന്ന മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങള് ചോദിക്കാൻ പറ്റില്ല. അത് ചോദിക്കാൻ പറ്റൂല. ചെന്ന് ചോദിച്ചേ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്, അത് സദാചാരമായി. അതായത് ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതായത് പോലീസിനെ അറിയിക്കാണ് ആള് ചെയ്യേണ്ടത്. പക്ഷെ ആൾക്കാർക്ക് ഇതിൽ നിന്ന് ഇടപെട്ട് കളയാൻ തോന്നും. ആണും പെണ്ണും ഒരുമിച്ചിരിക്കുമ്പോ, അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു ആണും പെണ്ണും വരുമ്പോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാൾ സിഗരറ്റ് വലിക്കുമ്പോ അതിൽ ഇടപെട്ട് കളയാന്ന് പൊതുജനത്തിന് തോന്നുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആ തോന്നൽ പാടില്ല. അതിനെ അറിയിക്കാം, പോലീസിനെ അറിയിക്കാം, എക്സൈസിനെ അറിയിക്കാം, എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അതിന് പകരം നേരിട്ട് ചെല്ലുക, അടിച്ചോടിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അവരും വരില്ല, അവരും വരില്ല. വന്നു കഴിഞ്ഞു അപ്പോഴവിടെ സദാചാര പോലീസായി, ലൈസൻസായി സദാചാര പോലീസ് എന്ന് പറഞ്ഞ വാചകം. അല്ല, നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമുണ്ട്. 24 ചാനൽ ഏറ്റെടുത്തൊരു ദൗത്യം കൂടിയുണ്ട്, ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം. ആ പോരാട്ടം എന്ന് പറയുന്ന സംഭവം ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ട് സ്ത്രീകളും പുരുഷന്മാരും എറണാകുളം മറൈൻ ഡ്രൈവിലായാലും അതേപോലെ നെഹ്റു സ്റ്റേഡിയത്തിലായാലും പല സ്ഥലങ്ങളിലായിട്ട് എൻ്റെ അടുത്ത് തന്നെ ധാരാളം റിപ്പോർട്ടുകളുണ്ട്. വളരെ ഗൗരവമായിട്ട് ഇത്തരം ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നു, പരസ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. ഇത് പോലീസിനെ അറിയിച്ചാൽ അവർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല, അവർക്ക് കൃത്യമായി കിട്ടേണ്ടത് കിട്ടും. മുകളിൽ നിന്ന് ഏജാന്മാർ അവിടെ നിന്ന് ഇപ്പോൾ വിളിച്ചു പറയും തുടരണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകൾ കൂട്ടം കൂടിയിട്ട് സദാചാര പോലീസായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതിന് എത്രയോ തെളിവ്. ഒരു കാര്യം പറഞ്ഞു നോക്കും, ഞാനൊരു യാത്ര നടത്തിയ ആളാണെന്ന് പറഞ്ഞാൽ അറിയാലോ. അതെ, അതുകൊണ്ട് അതിനുശേഷം ഒരുപാട് മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ റെയ്ഡ് നടന്നിട്ടുണ്ട്. പലരും ഇപ്പോൾ അകത്തുണ്ട്, സെൻട്രൽ ജയിലിലൊക്കെ പെട്ടുപോയവരുണ്ട്. അപ്പൊ അതൊക്കെ അധികാരികൾ നടത്തിയ നടപടി തന്നെ, അത് അഭിനന്ദിക്കേണ്ട കാര്യമാണ്. താങ്കൾ ചെയ്ത് വലിയ ദൗത്യമാണ്. അതിലേക്ക് പോകുന്നില്ല. മെട്രോപൊളിറ്റൻ സിറ്റികളിൽ സെക്സ് ലിബറലൈസ് ചെയ്യുക, ആരോഗ്യമുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ആ തൊഴിലായിട്ട് സ്വീകരിക്കട്ടെ. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്തിനാ സെക്സിൽ ഇത്ര വിഷമം? ഞാൻ അതല്ല പറഞ്ഞത്, മയക്കുമരുന്നിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വരുന്ന തിരുവനന്തപുരത്ത് നിന്നാണ്. ഇത് കാണുന്നെങ്കിൽ കേരള DGP പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് 100 മീറ്റർ ഇല്ലെങ്കിൽ 50 മീറ്റർ തൊട്ടടുത്ത് നിന്ന് പുകവലിക്കാം, പോലീസ് കേസെടുക്കത്തില്ല. അവിടെ ചിന്മയ വിദ്യാലയമുണ്ട്. ഈ DGP പോകുന്നതും പോലീസ് ഉദ്യോഗസ്ഥരും പോകുന്ന അവിടെയാണ്. നിങ്ങൾ പറയണം എന്തുകൊണ്ട് അവർ കേസെടുക്കുന്നില്ല. ആ സ്ഥലത്തിന് തൊട്ടടുത്ത് 100 മീറ്റർ പരിധിക്കുള്ളിൽ തന്നെ നിന്ന് സിഗരറ്റ് വലിക്കാം, പുക വലിക്കാം, കേസെടുക്കത്തില്ല. അപ്പൊ അത് ഇരട്ടത്താപ്പല്ലേ? അപ്പൊ ഈ സ്റ്റേറ്റിന്റെ DGP കാണുന്നെങ്കിൽ ഞാൻ പറയാണ്, യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. ആദ്യം മാതൃക കാണിക്കുക. തൊട്ടടുത്ത് ചിന്മയ സ്കൂളുണ്ട്. ഇവര് പറയുന്നത് മാത്രമല്ല, കേരളത്തിൽ മുഴുവനുണ്ട്. കേരളത്തിൽ എല്ലാ സ്കൂളുകളുടെയും പരിസരത്ത് മയക്കുമരുന്ന് കച്ചവടമുണ്ട്, അതുപോലെ തന്നെ പുകവലിയുമുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ പോലീസിനെ മാത്രമല്ല ഇതിനകത്ത് ബ്ലെയിം ചെയ്യുന്നത്. ഇതൊരു പാരലൽ സാമ്പത്തിക സംവിധാനമാണ് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത്. കാരണം എത്രയോ കോടി അന്തർദേശീയ തലത്തിലുള്ള മാഫിയ നെറ്റ്വർക്ക് ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.